ഞങ്ങള് കറി ഉണ്ടാക്കാൻ പോകുകയാണ്. എല്ലാരും സപ്പോർട്ട് ചെയ്യണേ. ഹായ് ഫ്രണ്ട്സ്, ഞങ്ങൾ ഇന്ന് ചെറിയൊരു സാമ്പാർ ഉണ്ടാക്കാൻ പോകുന്നതാണ്. അപ്പോൾ സാമ്പാറിന് വേണ്ട പച്ചക്കറി എല്ലാം എടുക്കേണ്ടത് ഞാനിവിടെ ഫ്രിഡ്ജ് തുറന്ന് എല്ലാം ഇങ്ങോട്ട് വലിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാം പച്ചക്കറികളെല്ലാം ഞാൻ എന്താക്കട്ടെ ഇങ്ങോട്ട് എടുക്കട്ടെ. മോളും കൂടിയിട്ട് സാമ്പാർ ഉണ്ടാക്കുന്നതല്ല മോളെ സാമ്പാർ. അങ്ങനെ ഞങ്ങൾ ഫ്രിഡ്ജിൽ നിന്ന് പച്ചക്കറിയെല്ലാം എടുത്ത്. പച്ചക്കറി കുറവാണ്, പച്ചക്കായില്ല, വഴുതനങ്ങയില്ല, അതൊന്നുമില്ല. അപ്പം മുരിങ്ങവാള്, വെള്ളേരി, ക്യാരറ്റ്, ഉരുളക്കിഴങ്ങ് അതെല്ലാം വെച്ചിട്ടാണ് നമ്മളിന്ന് ഉണ്ടാക്കുന്നത്. അതിൻ്റെ പേര് ക്യാരറ്റ്, അതിൻ്റെ പേര് വെണ്ട, ഇത് വെള്ളേരി, ഉരുളക്കിഴങ്ങ്. എന്നാ പറയാ ഉരുളക്കിഴങ്ങ്. പിന്നെ ഒന്നും പറയാത്തൊന്നുണ്ടല്ലോ, ഇതിന് ചോദിച്ചിട്ടില്ലല്ലോ. മുരിങ്ങവാള്, അതും മുരിങ്ങവാള്. അപ്പോൾ ഒരുപാട് പച്ചക്കറികൾ കുറവുണ്ട്. സാമ്പാർ എന്ന് വെച്ചാൽ നമ്മൾ മിക്സ് ആയാലും കോക്ടെയിൽ ആയിരിക്കും, മിക്സ് ആയിരിക്കും. എന്താ ഫുള്ള് എല്ലാ പച്ചക്കറി, കുമ്പളം, ചേന, പിന്നെ എല്ലാ സാധനവും മിക്സാക്കിയിട്ടാ ഉണ്ടാക്കുക, നിങ്ങൾക്കറിയാലോ. അപ്പോൾ നമ്മളടുത്ത് പരിമിതമായ സാധനങ്ങൾ ഉള്ളത് കൊണ്ട് അപ്പം കുറച്ച് സാധനങ്ങൾ എന്തുള്ളൂ നമ്മളെത്തുള്ളൂ. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള ചെറിയൊരു സാമ്പാർ ഇതുകൊണ്ടും സാമ്പാർ നമുക്ക് ഉണ്ടാക്കിയെടുക്കാന്നുള്ളത് ഞങ്ങൾക്ക് കാട്ടിത്തരാൻ പോവാണ്. അപ്പോൾ കുറഞ്ഞ ചിലവിൽ ചെറിയ സാമ്പാർ. അപ്പോൾ ഇത് മാത്രമായതുകൊണ്ടൊരു സുഖമില്ല, എനിക്ക് ഒരു ഇതം കിട്ടുന്നില്ല. അപ്പം പച്ചക്കായില്ല, ചേനയില്ല, അതൊന്നും ഇല്ലല്ലോ. അപ്പോൾ എന്തെങ്കിലും പച്ചക്കായി ഇല്ലാണ്ട് നടക്കൂലെന്ന് വിചാരിച്ചിട്ട് ഞാൻ പച്ചക്കായി വാങ്ങാൻ വേണ്ടിയിട്ട് കടയിലേക്ക് പോന്നു. അങ്ങനെ ഞാൻ ടൗണിൽ പോയിട്ട് വന്നു. ടൗണിൽ പോയി വന്ന് എന്തെല്ലാം വാങ്ങിയത് എനിക്കാണ്. പച്ചക്കായ് വാങ്ങി, വഴുതനങ്ങ വാങ്ങി, ചേന വാങ്ങി. അപ്പോൾ ഇത്രയും സാധനങ്ങൾ ഞാൻ വാങ്ങിക്കും. വേറെ ഒന്നും വാങ്ങിക്കുക, കക്കിരി വാങ്ങിക്കുക. ഇനി ഇത് എനിക്കിഷ്ടമാണ്, കുരുമുളകെല്ലാം ഇട്ടിട്ട് ഉള്ളിയും വട്ടത്തിലരിഞ്ഞിട്ട് അതിന് വേണ്ടിയിട്ട് വാങ്ങിയത്. അപ്പോൾ ഇനി ബാക്കിയുള്ള പണികൾ നോക്കാം. മൊത്തത്തിലിട്ടത് എടുക്കും. ചെമ്പ് ഞാനിവിടെ വെച്ചിട്ടുണ്ട്. ചെമ്പിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. കുറച്ച് വെളിച്ചെണ്ണ നമ്മൾ ചെമ്പിലേക്ക് ഒഴിച്ച്, ചെമ്പിൽ വെളിച്ചെണ്ണ ഒഴിച്ചാൽ ഈ സബ്ജികളെല്ലാം അതിലേക്ക് ഇടുക. അതിൽ ഈ വെളിച്ചെണ്ണ ഒഴിച്ചാൽ സബ്ജിയിൽ വഴുതനങ്ങ, വെണ്ട വന്നിട്ടില്ല കേട്ടോ, അത് ഞാൻ ലാസ്റ്റായിട്ടുള്ളൂ. നമുക്ക് എന്താക്കി കൊടുക്കാം, നല്ലോണം വാട്ടിക്കൊടുക്കാം. കുറച്ച് ബാട്ടിയെടുക്കാം. നല്ലോണം ഇത് വെളിച്ചെണ്ണയിൽ ഇങ്ങനെ കുറച്ച് ബാട്ടിയെടുക്കുക. നല്ലോണം ബാടിയതിന് ശേഷം കുറച്ച് വെള്ളം എടുക്കുക, 1/2 കപ്പ്. അതിലേക്ക് സബ്ജിയിലേക്ക് ഒഴിക്കുക. അപ്പോൾ അത് അവിടുന്ന് വേട്ടെ. അപ്പോൾ അടുത്ത പരിപാടി അത് വിടുന്ന് വേട്ടെ. സബ്ജി വിടുന്ന് എന്താക്കട്ടെ, 1/2 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അത് ഇതിൽ ഇങ്ങനെ ബന്ധോളും. അപ്പോൾ അടുത്ത പരിപാടി എന്ന് വെച്ചാൽ തേങ്ങ വാട്ടലാണ്. കുറച്ച് എണ്ണ ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട് ഞാൻ. എന്നിട്ട് തേങ്ങ നല്ലോണം തോന്ന് വരുന്ന വരെ എന്താക്കുക, വാട്ടിയെടുക്കുക. നല്ല കനമുള്ള ചട്ടി എടുത്താൽ ഇങ്ങനെ ആടിക്കളിക്കൂല. ഈ ആടിക്കളിക്കുന്നതുകൊണ്ട് വാടാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അധികം കരിഞ്ഞോറ് ഒത്ത ചോപ്പിൽ വാട്ടിയെടുക്കുക. ഇപ്പോൾ തേങ്ങ വാടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ മല്ലി കുറച്ച് അതിലേക്ക് ഇടുക, കൊത്തമല്ലി. അപ്പോൾ അതിങ്ങനെ വാടിക്കൊണ്ടിരിക്കട്ടെ. ഇതിലിനി ചെറിയുള്ളിയും കൂടി എന്താക്കണം, ഒരു 3 കായ് ചെറിയുള്ളിയും കൂടി ഇതിലേക്ക് ചേർക്കണം. അപ്പോൾ പച്ചക്കറിയെല്ലാം ആടുന്ന് വരുന്നുണ്ട്. കുറച്ച് വെള്ളം എടുത്തിട്ട് ഇത് പുളിയാണ്. വെള്ളത്തിൽ ഞാൻ പുളി പോർത്തി വെച്ചിട്ടുണ്ട്.
നല്ലോണം പിഴിഞ്ഞിട്ട് നമുക്ക് ലാസ്റ്റ് ചേർക്കേണ്ടതാണ്. പിന്നെ കായ ഉണ്ട്, അതെല്ലാം ഉണ്ട് വെച്ചിക്ക്. അപ്പോൾ എല്ലാം ചേർക്കേണ്ടതുണ്ട് മസാലകൾ. അപ്പോൾ നമ്മൾ തേങ്ങ വറുത്ത് കഴിഞ്ഞ പാട് ഇതും കൂടി എന്താക്കണം, ഒന്ന് വറക്കേണ്ടതുണ്ട്. നമ്മളെ വെജിനിങ് വേണ്ടേ ഇത് ലാസ്റ്റാണ് ചേർക്കുന്നത്. ഇത് മുന്നേ ചേർത്താൽ പെട്ടെന്ന് പൊട്ടിപ്പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ലാസ്റ്റ് വറുത്തിട്ട് നമുക്ക് അതിലേക്ക് ചേർത്ത് മിക്സാക്കാം. അപ്പം ചെറിയുള്ളി എന്താക്കട്ടെ, അതിൽ തേങ്ങയിൽ മിസ്സാക്കിയില്ല. ചെറിയുള്ളി വേണ്ട. അപ്പോൾ ഇത് പെട്ടെന്ന് മറന്നു പോയതാണ് സംഭവം. നമ്മളിങ്ങനെ ഓരോന്ന് വിട്ടുപോകും, കാരണം കുറേ ദിവസമായില്ല കറിയൊന്നും വെക്കാത്ത. അപ്പോൾ ഇങ്ങനെ ചെറിയ ചെറിയ സംഗതികളെല്ലാം വിട്ടുപോകുമ്പോൾ എല്ലാം അറിയിക്കേണ്ട കടമകളാണ്. അപ്പോൾ ഇങ്ങനെ ചെറുങ്ങനെ കഷ്ണാക്കിയിട്ട് എന്താക്കുക, ഈ തേങ്ങയിലേക്ക് മിക്സാക്കുക. അപ്പോൾ തേങ്ങയിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു പീസും കൂടി ഞാൻ കട്ട് ചെയ്തിട്ട് എന്താക്കട്ടെ, തേങ്ങയിൽ മിക്സാക്കട്ടെ. അപ്പോൾ വേറെ എന്തോ ജീരകമെല്ലാം വേണമെങ്കിൽ ഇടുകയെല്ലാം ചെയ്യാം. ജീരകമൊന്നും ഇടുന്നില്ല. അപ്പോൾ എല്ലാം ഇട്ട് അപ്പോൾ ഇനി എന്താക്കുക, പച്ചക്കറി വരുന്നുണ്ട്, കുറച്ച് ഉപ്പ് അതിലേക്ക് മാറ്റുക. അപ്പോൾ ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പ്, ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ. ആയിരുന്നു വേട്ട പച്ചക്കറിയിൽ ഉപ്പ് പിടിക്കണമെങ്കിൽ കുറച്ച് ചേർത്ത് കൊടുക്കേണ്ടതുണ്ട്, അതുകൊണ്ടാണ്. അപ്പോൾ ഉള്ളി ഇട്ടിട്ടുണ്ട്. ഉള്ളി എന്താക്കുക, നമുക്ക് വഴറ്റിയെടുക്കുക. ആ ചുവന്ന് വരുന്ന അണ്ടങ്ങൾ ചെറുങ്ങനെ ഒരു ചുവപ്പ് വരുന്നില്ല. അപ്പോൾ മുഴുവനായിട്ട് എന്താക്കണം, കറുത്ത് വരണം. ഇപ്പോൾ ഞാൻ കായ എടുത്തിട്ടുണ്ട്. കായ നല്ല ഉറപ്പിലാണ്. അപ്പോൾ ഇത് ഒന്ന് പൊട്ടിച്ചിട്ട് ചെറിയ കഷ്ണമാണ്. ഒരു കഷ്ണം നമുക്ക് എന്താക്കാം, ആ പുളീൻ്റെ കൂടി കോർത്തിട്ട് കൊടുക്കാം. ഇതെന്താ നീ ഇവിടെ വന്ന് ഇതെന്താ സ്റ്റൂളുമില്ല വന്ന് നിൽക്കതാ. നമ്മൾ രണ്ടാളാ ഉണ്ടാക്കുന്ന. അപ്പോൾ ഇത് മഞ്ഞപ്പൊടി, ഇനി പഠിക്കുന്ന മഞ്ഞപ്പൊടി 1/2 സ്പൂൺ, കുറച്ച് മുളക് പൊടി, കുറച്ച് കുരുമുളക്. നിങ്ങൾ ഞെട്ടു, ആരും ഇടാത്ത മസാലകളെല്ലാം ഞാൻ ഇപ്പോൾ ഇടും. അപ്പോൾ കുറച്ച് മല്ലിപ്പൊടി, കൊത്തമ്പരി എന്നും പറയും. ഇനി 2 പേരായ വല്ലാത്തൊരിടങ്ങാറ്, ഒന്നേനും വേണ്ട. അതാണല്ലോ. ഇപ്പോൾ സാമ്പാർ പൊടി നമ്മൾ വാങ്ങിയിട്ട് കുറച്ച് കഴിഞ്ഞിട്ടാണ് നമ്മൾ ചേർക്കുക. ഇത് മല്ലിപ്പൊടി ഒരു സ്പൂൺ കൂടി ഇട്ട് ഇനി വരാൻ പോലെ ഇടട്ടെ. ആ ആ വേണമെങ്കിൽ ഇറങ്ങിക്കോ. പൊള്ളുവാൻ സാധ്യതയുണ്ട്, അതാ തുള്ളി. അപ്പോൾ ഇതെന്തായിരിക്കുന്ന കറക്റ്റ് ചോന്ന് വന്ന് ഇതിൽ കൂടുതൽ എന്ത് വേണ്ട, ചോപ്പ് വേണ്ട. ഇത് കറക്റ്റാണ്. അപ്പോൾ ഇതിൽ കൂടുതലാകുമ്പോൾ വല്ലാണ്ട് കറുത്തവും. അപ്പോൾ ഓഫാക്കിയതിന് ശേഷം ഇത് മെല്ലെ തണിയാൻ വേണ്ടിയിട്ട്, നല്ല ചൂടുണ്ട്, തണിയാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതിലേക്ക് ഇട്ട് വെക്കാം. അപ്പോൾ പിടിക്കുമ്പോൾ ശ്രദ്ധിക്കണം, ഇതിന് കാതില്ലാത്ത. ഇതന്നെ വേണമെന്നില്ലല്ലോ ചട്ടി, ഇങ്ങോട്ട് വേറെ എടുത്തോറാ. നിങ്ങളിതിന് ഈനെ നോക്കുന്നത്, ഇതിന് കാതില്ലാത്തതുകൊണ്ട് കൈ പൊള്ളും. അപ്പോൾ ഇതാ എന്താക്കുക, ഇതിലേക്ക് ഇട്ടിട്ട് ഇങ്ങനെ തണിയാൻ വേണ്ടിയിട്ട് ഇട്ട് വെക്കാം. അപ്പോൾ ഇത് അരിച്ച് വന്ന് ബാക്കിയുള്ള കൂട്ടെല്ലാം ഇടുന്നത് ചെറിയൊരു വീഡിയോ കാണിക്കാം. ഓക്കെ. ഇനി ഇപ്പോൾ ഇതിലേക്ക് ഈ വെണ്ട വഴുതനങ്ങ ഇട്ടിട്ട് ഒരു വാട്ടറുണ്ട്, ഇത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കും. ഇതിൽ തന്നെ ആക്കാം. ചെറിയൊരു വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് എന്താക്കണം, അത് വാട്ടിയെടുക്കണം. വെളിച്ചെണ്ണ കുറച്ച് ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വാട്ടിയെടുക്കാം. ഞാനെന്താക്കി, വെണ്ടയും വഴുതനങ്ങയും കൂടി വാട്ടിയിട്ട് ഇതിലേക്ക് ഇട്ടിട്ടുണ്ട്. അതിന് പ്രശ്നമില്ല. ഇനി നമ്മളെ സാമ്പാർ പൊടി ഇതിലേക്ക് മിക്സാക്കണം. സാമ്പാർ പൊടി മിക്സാക്കിയതിന് ശേഷം, അപ്പോൾ ഇതിനൊരു പ്രത്യേകിച്ചിട്ട് ഒരു അളവൊന്നുമില്ല, നമുക്ക് അറിയാവുന്നതുകൊണ്ട് സുമാരം കിട്ടേക്കാം. 2 സ്പൂണാണ് കണക്ക്. 2 സ്പൂൺ ഇട്ട്. അപ്പോൾ സാമ്പാർ പൊടി മിക്സാക്കിയതിന് ശേഷം ഒന്ന് കുഴച്ച് കൊടുക്കാം. ഇനി തേങ്ങ ഇതധികം ഇങ്ങനെ കുഴക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ എല്ലാ സബ്ജിയും അപ്പാടങ്ങ് പൊട്ടിപ്പോവും. പിന്നെ ക്യാരറ്റാവും ആക്കിയിട്ടാവും.
അതുകൊണ്ട് അധികം ഇളക്കണ്ടാക്കി. ഞാൻ ഇങ്ങനെ ഇളക്കുന്നുണ്ട്, വല്ലാണ്ട് ഇളക്കണ്ട കേട്ടാ. അപ്പോൾ എന്താക്കി ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി തേങ്ങ റെഡി ആയിട്ട് ഇതിലേക്ക് ഒഴിച്ചിട്ട് നമുക്ക് എന്താക്കാം, ഈ പുളിയും കൂടിയും ഇതിലേക്ക് ഒഴിച്ചാൽ സംഭവം റെഡിയായി. ഒന്ന് പിന്നെ വരലേക്കണം. ഓക്കെ, ഭയങ്കര സംഭവമുണ്ട്. തക്കാളി ഉള്ളിയോ ഇതൊന്നും ഇടാണ്ട, എന്താക്കി ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകൊന്നും ഇടാണ്ട, നമ്മൾ സാമ്പാറിലാക്കാൻ നോക്കുന്നു. അപ്പം അതിന് ഇതാങ്കിൽ എന്തായിപ്പോയി, വേവായിപ്പോയി. ഇനി നമുക്ക് ഇതങ്ങേപ്പുറത്തൊന്നും വാട്ടിയിട്ട് ഇതിലേക്ക് ചേർക്കാം. തേങ്ങ വാർന്നിട്ടില്ല, അതുകൊണ്ട് കുഴപ്പമില്ല. അപ്പോൾ ഒന്ന് വാട്ടിയെടുക്കാം അല്ലേ. എന്താ ചെയ്യുക, മറവി. അപ്പോൾ ഇതിലേക്ക് ഇട്ട് ഇനി ഇത് നമുക്ക് എന്താക്കാന്ന, ഇതിങ്ങനെ ബാറ്റിങ് എടുക്കാം. ഇത് നല്ലോണം ബാറ്റിങ് എടുക്കാം. ഇതിൽ വേണേൽ കുറച്ച് ഉപ്പം ഇട്ട് കൊടുക്കാം. പൊടിയുപ്പ് ഇവിടെ ഉണ്ടോ, ഒക്കെ കല്ലുപ്പ ഞാൻ ഇടുക. അപ്പോൾ കുറച്ച് ഉപ്പ് ഇതിലേക്ക് എടുത്തിട്ടുണ്ട്. എന്നാൽ വേഗം എന്താവും, തക്കാളി അല്ലെങ്കിൽ അമരും. നല്ലോണം ബാട്ടിയിട്ട് ചെറുങ്ങനെ ബാട്ടിയതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ചേർക്കാം. അപ്പോൾ എന്താക്കി തക്കാളി ഉള്ളിയും പാടിയത് ഞാൻ ഇതിലേക്ക് ഇട്ട് കഴിഞ്ഞു. ഇതന്നെ പരിപാടി. ഒന്നിട്ടാക്കിയാൽ വിട്ടുപോയതാ സംഭവം, പ്രശ്നമൊന്നുമില്ല. ഇപ്പോൾ റെഡിയായി. അപ്പോൾ അടുത്ത പരിപാടി എന്ന് വെച്ചാൽ ഇതാ, പുളി നല്ല ഉണ്ടാക്കുക, ഇങ്ങനെ ചാലിക്കുക. പുളി ചാലിച്ചതിന് ശേഷം നമ്മളെ കായം വെയിലുണ്ട്, കായം ഉണ്ടാകുന്നുണ്ട്, അലിഞ്ഞ് വരുന്നുണ്ട്. അപ്പോൾ ഇതിലേക്ക് ചാലിക്കുക. എന്നിട്ട് ചാലിച്ചതിന് ശേഷം നമ്മൾ കുരുവങ്ങ് എടുത്തേടാം. ഇതിങ്ങനെ പാർന്ന് നോക്കുക. പുളി നല്ല കൂടുതലുണ്ട്, നല്ലോണം പുളിച്ചോട്ടെ. പിന്നെ കുറച്ച് കൂടുതലുള്ളതുകൊണ്ട് പ്രശ്നമില്ല. നമുക്ക് ഈ 3 പേർക്കുള്ള സാമ്പാർ ഞാൻ വെച്ച് കഴിഞ്ഞു. ഇനി നമ്മൾ ഇതിൽ ചേർക്കേണ്ടതെന്ന് വെച്ചാൽ ഈ അരച്ച് വെച്ച തേങ്ങ നല്ല ടൈറ്റിൽ അരക്കണേ. കാരണം ഇനി നമുക്ക് ഇതിൽ കുറച്ച് വെള്ളമാക്കിയിട്ട് ഇതിലേക്ക് ഒഴിക്കാം. അപ്പോൾ ഞാൻ എന്താക്കി, കുറച്ച് വെള്ളമാക്കിയിട്ട് ഒന്ന് ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് വറ്റൽ മുളക്, കടുക് ഇതെല്ലാം ഇട്ടിട്ടൊന്ന് വരലേക്കണം. ഇതൊന്ന് ഇളക്കി വെക്കാം. അപ്പോൾ ഏകദേശം റെഡിയായി വരുന്നുണ്ട്. ഇനി നമ്മളെ ഇതിൽ വറവും കൂടി വന്നാൽ എന്താവും, സൂപ്പറാവും. കുറച്ച് കറിവേപ്പില ആദ്യം അങ്ങ് ഇടുക. എണ്ണ വറക്കുന്നുണ്ട്, അപ്പം കുറച്ച് വെളുത്തുള്ളി ആദ്യം അങ്ങ് ഇടുക. അതൊന്ന് ചോന്ന് വരുമ്പോൾ നമ്മളെ വറ്റൽ മുളക് ഇടുക. അപ്പോൾ അതൊന്ന് ചോന്ന് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ എന്താക്കുക, അതിലേക്ക് മുളക് ചേർത്തിട്ട് ഇങ്ങനെ ആക്കി കൊടുക്കുക. വേഗം അതിലേക്ക് വറ്റൽ മുളക് ഇട്ട് കറുത്ത് വരുന്നതിൻ്റെ മുന്നേ കടുക് ചേർക്കുക. ഓക്കെ, അപ്പോൾ കടുക് ഒഴിച്ച് കഴിഞ്ഞു. ഇപ്പോൾ സാമ്പാർ റെഡി. ഇതാ നല്ല മുഴുത്ത അടിപൊളി സാമ്പാർ വെച്ച് കഴിഞ്ഞു. അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്ന് ചെക്ക് ചെയ്യുക. എന്നെപ്പോലെ ഈ ഞാൻ മസാല ഇടുന്നതിൻ്റെ മുന്നേ തക്കാളിയും പച്ചമുളകെല്ലാം ഇടണേ, അത് മറന്നു പോറ്. ഈ തിരക്കിൻ്റെ ഇടയിൽ എന്തായിപ്പോയതാ, വിട്ടുപോയതാ. എന്നാലും കുഴപ്പമൊന്നുമില്ല, അടിപൊളി സാമ്പാറായി. അപ്പോൾ എല്ലാവരും എന്താക്കുക, എൻ്റെ ഈ സാമ്പാറിനെ, ഈ വീഡിയോനെ സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, ബൈ.